താനെന്തിനാ ഇത്ര ടെൻഷനാവുന്നേ? ആ മുറി കയറി പാക്കറ്റ് പരിശോധിക്കുമ്പോഴെല്ലാം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതൊരിക്കലും ഡ്രഗ്സ് ഒന്നും ആവരുതെന്നായിരുന്നു. പൃഥ്വിക്ക് മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അഷിതയല്ലേ? ശരിയാണ്. പക്ഷെ പൃഥ്വി ആരാണെന്നും എന്താണെന്നും അറിഞ്ഞപ്പോ തന്നെ ഈ വിവാഹം നിർത്തിവെക്കാൻ താൻ പറഞ്ഞതല്ലേ? പക്ഷെ അതിന്റെ പേരില് അഷിതയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങള് കണ്ടില്ലെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ആ പാക്കറ്റിലുള്ളത് ഏറ്റവും അപകടകരമായ ഡ്രഗ്സാ. അത് ഇവിടെയുള്ള കുട്ടികളുടെ കയ്യിലെത്തിയ ഒരു തലമുറ തന്നെ നശിച്ചു പോവും. ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ടീമിനെ വിളിച്ചു വരുത്തി ഡ്രഗ്സ് കണ്ടെടുത്ത് കൈയോടെ പൃഥ്വി അറസ്റ്റ് ചെയ്യാം. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ലല്ലോ. നമുക്ക് എക്സിനെയും മേനോനെയും കിട്ടണ്ടേ? ഇല്ല, ഞാൻ ആലോചിക്കുന്നുണ്ട് കിരൺ. പൃഥ്വിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പ്രയോജനം ഇല്ല. അത് മാത്രമല്ല, ഈ വീട്ടിൽ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്താ അത് പൂർണിമ ചേച്ചിയെ ഉൾപ്പെടെ ഈ വീട്ടിലെ എല്ലാവരെയും ബാധിക്കും. ചാനലിന്റെ ശത്രുക്കളടക്കം പലരും ഇന്ദ്രപ്രസ്ഥത്തിന്റെ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്നുണ്ട്. പിന്നെ പൃഥ്വിയുടെ കാര്യത്തില് എനിക്ക് മറ്റു ചില സംശയങ്ങൾ കൂടിയുണ്ട്. എന്താ അത്? ഇത്രയും വലിയ വീട്ടില് എല്ലാ സുഖസൗകര്യങ്ങളോടെയും ജീവിക്കുന്ന പൃഥ്വി എന്തിനാണ് മേനോനെ പോലൊരാളുടെ ടീമിൽ നിൽക്കുന്നത്? എന്തിനാണ് ഈ ഡ്രഗ് ഡീൽ എല്ലാം ചെയ്യുന്നത്? ആവശ്യത്തിൽ കൂടുതൽ പണം കുടുംബസ്വത്തായി ഉണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും പൃഥ്വി ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവന്റെ മേൽ മേനോനും എക്സിനും എന്തോ വലിയ സ്വാധീനമുണ്ട്. അതെന്താണെന്ന് നമ്മൾ അറിയണം. പിന്നെ പൃഥ്വിയിൽ ഞാനൊരു ഗുണം കാണുന്നുണ്ട്. അവൻ അഷിതയെ സ്നേഹിക്കുന്നു എന്നതാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് എനിക്ക് അറിയാവുന്നതാ. അന്ന് അവന് ആരോടോ ആത്മാർത്ഥമായ സ്നേഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അഷിതയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനും അഷിതയെ ഒഴിവാക്കാനും പല കാരണങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ പൃഥ്വി ഈ വിവാഹം നടക്കാൻ ഉറച്ചു നിന്നത് അഷിതയെ അവൻ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. മേനോന്റെ ടീമിന് പൃഥ്വിയുടെ മേലുള്ള സ്വാധീനത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞ് ഒരുപക്ഷെ പൃഥ്വിയെ രക്ഷിക്കാനും അഷിതയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. ശരിയാണ്. താൻ പറയുന്ന പോലെ പൃഥ്വി ഒരു ലോക്കിലാവാൻ സാധ്യതയുണ്ട്. നമുക്കത് കണ്ടെത്താൻ ശ്രമിക്കാം. അവിടം കൊണ്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. പൃഥ്വി കൊണ്ടുവച്ചിരിക്കുന്ന ആ മയക്കുമരുന്ന് ഒരു കാരണവശാലും ഈ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അതിന്റെ പിന്നാലെ നമ്മൾ ഉണ്ടാവണം. അത് കൈമാറുന്നവരെ അടക്കം നമ്മൾ കസ്റ്റഡിയിലെടുക്കണം. ഈ കണ്ണികളുടെ തുടക്കം കണ്ടുപിടിച്ച് നശിപ്പിച്ചാലേ ഈ ചങ്ങല ഇല്ലാതാക്കാൻ സാധിക്കും. ഒരു കാരണവശാലും പൃഥ്വി നമ്മളറിയാതെ പുറത്തു പോകരുത്. ഇനി എപ്പോഴും അവൻ നമ്മുടെ സർവൈലൻസിൽ തന്നെ ഉണ്ടാവണം.